അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പെട്രോൾ പമ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഒരു പെട്രോൾ പമ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ വീഡിയോ ഇട്ടില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. എന്തായാലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇവിടെ. എപ്പോൾ വന്നാലും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പോൾ പലരും അഞ്ചേങ്ങുന്ന സഹിതം ഇവിടെ വന്നിട്ട് അടിക്കുന്നതാണ് കേട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ പെട്രോൾ അത്യാവശ്യം നല്ലതാണ്. ഇവിടെയും കണ്ടോ, താഴത്തെ പണിയെല്ലാം കംപ്ലീറ്റ് ആയി, ഷട്ടർ ഇട്ടു. ഇന്നാണത്തെ മഴ കുറഞ്ഞിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മഴയാണ് പൊതുവെ. ഇപ്പോൾ മഴ സീസണാണല്ലോ. പക്ഷെ വലിയാറ്റിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. മലവെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ബ്രൗണിഷ് കളർ. അതുകൊണ്ടാണ് മലവെള്ളം വരുന്നുണ്ടാ. പഞ്ച് EV, ടാറ്റ പഞ്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ മൂവിങ് ഉള്ളൊരു വണ്ടിയാണ് EV. 12,35,000 അത്യാവശ്യം നല്ല റേഞ്ചുള്ള വണ്ടി കിട്ടും. എന്തായാലും ഒരു റിവ്യൂ ഉടനെ തന്നെ വരും കേട്ടോ ഈ ഒരു പഞ്ച് EVയുടേത്. അപ്പോൾ അതായത് നമ്മുടെ ചിറയൻകീഴ് മേൽപ്പാലം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ലൈനെല്ലാം വരച്ചു, ബോർഡെല്ലാം വെച്ചു, ലൈറ്റെല്ലാം ഇട്ടു, സോളാറാണെല്ലാം. ഇവിടെയും വേസ്റ്റ് കൊണ്ട് എറിയുന്നതാണ് എന്തോ. ഇതേ കണ്ട സൈഡിൽ മേൽപ്പാലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റൊരു സൈഡ് ബ്ലോക്കാണ്. ഇവിടെയും കണ്ടോ അത്യാവശ്യം നല്ല വൈഡായിട്ട് റോഡ് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ഡിവൈഡർ വന്നിട്ടുണ്ട്. പണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ബ്ലോക്കിന് വലിയടയിൽ പിന്നെ പൊതുവേ ഇതുപോലെ തന്നെയാണ് എപ്പോഴും. എന്നാൽ ഇത്രയും വലിയ ബ്ലോക്ക് അങ്ങനെ കാണാത്തതാണ്, ചാൻസ് കുറവാണ്. പക്ഷേ എന്താണ് സംഭവം എന്നറിയുമേല, അത്യാവശ്യം നല്ലൊരു ബ്ലോക്കാണ്. ഒരു ഷട്ടിൽ വണ്ടി, ആറ്റിങ്ങൽ ചിറയൻകീഴ് വണ്ടിയും ഒരു ചിറയൻകീഴ് വാമനപുരം വണ്ടിയും കണ്ടോ, രണ്ടും അടുത്തടുത്ത് 5 മിനിറ്റ് ഗ്യാപ്പിൽ ഓടേണ്ട വണ്ടികളായിരിക്കാം ഇവർ രണ്ടുപേരും. പക്ഷേ ബ്ലോക്ക് കാരണം അടുത്തടുത്തായി. അതേപോലെ തന്നെ ബാക്കിലൊരു വണ്ടിയുണ്ട്, റോയൽ. ഈ റോയൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷട്ടിൽ വണ്ടിയാണ്, ആറ്റിങ്ങൽ ചിറയൻകീഴ് വണ്ടിയാണ്. ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്കായിട്ടുണ്ട് ഇവിടെ. ഒരു ആംബുലൻസ് അവിടെ കിടപ്പുണ്ടേ. ആക്സിഡൻ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഏറ്റവും നല്ലത് ശാർക്കര വഴി പോകുന്നതാണ്. ശാർക്കര വഴിയും പോകേണ്ട ആവശ്യമില്ല നമുക്ക്. ഈ പാലത്തിൻ്റെ താഴെ കൂടെ പോവാം. ഇതുവഴി നമുക്ക് കുറ്റിയത്ത് മുക്കിൽ ചെന്നിട്ട് അങ്ങനെ പോവാം. കണ്ടോ അടുത്ത വണ്ടി പോവുകയാണ്, ദേവിക. ആറ്റിങ്ങൽ കൊല്ലമ്പലമാണെന്ന് തോന്നുന്നത്. 5 മിനിറ്റ് ഗ്യാപ്പിലാണ് ഈ വണ്ടികളെല്ലാം പോകുന്നത്. ബസ്സുകാരെയും പണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ട്രിപ്പ് പൊട്ടി അവരുടെ. ഇനിയിപ്പോൾ ആളെടുക്കാണ്ട് അങ്ങ് പോകാനേ പറ്റുള്ളൂ അവർക്കെല്ലാവർക്കും. ഷട്ടിൽ വണ്ടിക്ക് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു.
എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ റോഡും റെയിൽവേയുടെ പാർക്കിങ്ങും ഒക്കെ കണ്ടോ, അത്യാവശ്യം അടിപൊളിയാക്കിയിട്ടേക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല ഇവിടെ നിന്ന്. കാശ് പിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അവിടെ. അതുകൊണ്ടാണ് ഈ രണ്ട് സൈഡും ബൈക്കുകൾ കണ്ടോ. ബീറ്റ്സ് ഓട്ടോമോട്ടീവ്. ഓ, ഇവിടെയും ബ്ലോക്കാണ് കേട്ടോ. നമ്മളിനി ചെയ്യാൻ പോകണോ, ഇത് വഴി ഇങ്ങനെ എടുത്തിട്ട് പാലവന്നില്ല, ഈ ഒരു റോഡ് അങ്ങ് നേരെ പാലവന്നിൽ പോകും. അതാണ് ഏറ്റവും നല്ലത്. വലിയടയിൽ അത്രയും ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ SBIൻ്റെ അവിടെയൊക്കെ ബ്ലോക്ക് കൂടുതലായിരിക്കും. പോക്കറ്റ് റോഡിൽ നിന്ന് നേരെ അങ്ങ് ഇറങ്ങുക മെയിൻ റോഡിലോട്ട്. റോഡിൽ വണ്ടി ഉണ്ടോ ഒന്നും നോക്കൂല. അങ്ങനെ നമ്മൾ പാലകുന്നിലെത്തി. ദേ ഈ മുന്നിൽ കാണുന്നത് പ്രേം നസീർ സ്മാരക മന്ദിരം, ദേശീയ ഗ്രന്ഥശാലയാണ്. ദേശീയ ഗ്രന്ഥശാല ഇതെന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്ന് ചെയ്തു തീർക്കുമായിരുന്നേ, ഇലക്ഷന് മുന്നേ. പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്താലാണ് നമ്മുടെ DTDC. ഞാൻ എല്ലാ സാധനങ്ങളും നമ്മുടെ ഓൺലൈനിൽ ഷിപ്പ് ചെയ്യുന്നത് ഇവിടെ നിന്നാണേ. എനിക്ക് തോന്നുന്നു ചിറയൻകീഴ് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു ഇ-കൊമേഴ്സ് ബിസിനസ് ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കൂ, നല്ല ഡീലിൽ കിട്ടും. എനിക്കെന്തായാലും അത്യാവശ്യം നല്ല ഡീലാണ് കിട്ടിയിട്ടുള്ളത്. പൊതുവേ പലരും പറയണത് ഈ DTDC കൊള്ളൂല, സർവീസ് കൊള്ളൂല എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്തായാലും അത്യാവശ്യം നല്ല സർവീസാണ്. റെസ്പോൺസിബിളാണ് അവർ പല കാര്യത്തിലും. ഇപ്പോൾ സാധനം അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യാറുണ്ടാവില്ല, പക്ഷേ ഇവരത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പറയും, പുള്ളി ഇതുവരെ കസ്റ്റമർ ഇതുവരെ മേടിച്ചിട്ടില്ല, സാധനം വരാൻ പോവാണ്, തിരിച്ചു വരാൻ പോവാണ്, ഒന്ന് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും അവർ വിളിച്ചോളും. ഇതിൻ്റെ ഓണർ നമ്മുടെ ഒരു സുഹൃത്ത് യാസർ ഭായി ആണ്. നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് ബിസിനസ് ഉണ്ടെങ്കിലും, ഇനി അതല്ല നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇൻ്റർനാഷണലി അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ DTDCയിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പുളിയുടെ മൂട്ടിലാണ് ചിറയൻകീഴ് DTDC ഉള്ളത്. നിങ്ങൾക്ക് മറ്റുള്ളിടത്ത് കിട്ടുന്നതിനേക്കാളും നല്ല വിലക്കുറവിൽ ഇവിടെ കിട്ടും, അതിലൊരു സംശയമില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു ഡിസ്കൗണ്ട് തരുകയും ചെയ്യും കേട്ടോ. ലെഫ്റ്റ് എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റഡി അബ്രോഡ്. കുറച്ച് ദിവസം ഇതുവഴി വരാണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തെല്ലാം സ്ഥാപനങ്ങളിവിടെ വന്നു. നമ്മളിപ്പോൾ ഈ ഒരു വഴി വരാറില്ല, അതായത് കടയ്ക്കാവൂർ നമ്മുടെ തെക്കും ഭാഗത്തുനിന്ന് ചിറയൻകീഴേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഓവർബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓവർബ്രിഡ്ജ് വഴിയിലേക്ക് പോകുന്നത്. നമുക്കിങ്ങനെ വരേണ്ട ആവശ്യമില്ല, ശർക്കര വഴി കറങ്ങി വരേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടായിരുന്നു. പണ്ട് ഇവിടെ കിടന്ന് നടന്നിട്ടുള്ളത് എത്ര പ്രാവശ്യം. എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വരുമായിരുന്നു ബാഡ്മിൻ്റൺ കളിക്കാനും അതിനും ഇതിനുമൊക്കെ. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലും പോയിരിക്കുമായിരുന്നു നമ്മൾ. ഒരു സമയമെന്ന് വെച്ചാൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല കൂടുതൽ, അപ്പോൾ ആവശ്യം പോലെ സമയം കാണും. പക്ഷേ പ്രായമായി വരുമ്പോഴത്തേക്ക് റെസ്പോൺസിബിലിറ്റി കൂടും, സമയം കുറയും. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പാലത്തിൻ്റെ സൈഡിൽ വൺ വേ ആണ് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം. ബൈ.